Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ മാർഗനിർദ്ദേശങ്ങളുമായി മന്ത്രി വി ശിവൻകുട്ടി. പുതിയ മാനദണ്ഡമനുസരിച്ച് സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിക്കണമെന്നും അതിൽ ലിഫ്റ്റ്, ഫാൻ, AC എന്നിവ ഉണ്ടായിരിക്കണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഭരണഘടനാ പാഠപുസ്തകത്തിലുണ്ട്, അത് സ്പെഷ്യൽ അസംബ്ലിയിൽ ചൊല്ലണം. ബാക്ക് ബെഞ്ചർമാരെ ഒഴിവാക്കണം. അവധി ദിവസം ക്ലാസ് പാടില്ല. അധ്യാപകരുടെ ജന്മദിനത്തിൽ കുട്ടികളിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും മന്ത്രി മുന്നോട്ടുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ ബൈലോ നിർമ്മിക്കും. ജില്ലാ ഉപജില്ലാ കലോത്സവത്തിൽ ജഡ്ജസായി മറ്റു സ്കൂളുകളിൽ നിന്നുള്ളവരെ നിയമിക്കും. 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഈ അധ്യയന വർഷം തന്നെ നടപ്പിലാക്കാൻ ശ്രമത്തിലാണ്. അതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ സ്കൂൾ തലത്തിൽ ഉടൻ തന്നെ ആരംഭിക്കും. ആ പദ്ധതിയുടെ പേര് പൊതുജനങ്ങൾക്ക് നിർദ്ദേശിക്കാം. തിരഞ്ഞെടുത്ത പേരിന് ആകർഷകമായ സമ്മാനമുണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെതിരെ വിവേകപരമായ നടപടിയാണ് നമുക്ക് വേണ്ടത്. സോഷ്യൽ മീഡിയ നിയന്ത്രണം ആവശ്യമാണോ എന്ന് ഉന്നയിച്ചുകൊണ്ടുള്ള പൊതുചർച്ച സർക്കാർ ആഗ്രഹിക്കുന്നു എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. UDFന്റെ കടക്ക് പുറത്തെന്ന ഡിജിറ്റൽ ക്യാമ്പയിനെയും ശിവൻകുട്ടി വിമർശിച്ചു. വ്യാജ കുറ്റപത്രം ഇറക്കുന്നതിന് പകരം സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ പങ്കാളിയാവാൻ ശ്രമിക്കൂ എന്ന് ശിവൻകുട്ടി പറഞ്ഞു. UDFന്റേത് വെറും രാഷ്ട്രീയ നാടകമാണ്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടം. അവിടെ നിന്ന് മുഖ്യമന്ത്രിയെ പുറത്താക്കാമെന്ന് ആരും കരുതേണ്ട എന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. UDF പറയുന്നത് എല്ലാം കള്ളമാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിഭാഗത്തിൽ 7000 പേർ ഡെപ്യൂട്ടേഷനിലുണ്ട്. സംസ്ഥാന സർക്കാരാണ് അവർക്കുള്ള പണം നൽകുന്നത്, അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചിട്ടല്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. Thank you.